സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മക്കളെ. നമ്മളിപ്പോൾ MNSIKയുടെ വ്ളോഗാണ് ലാസ്റ്റ് ഇട്ടിരുന്നത്. അപ്പം ഞാൻ അതിൽ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത് നെക്സ്റ്റ് ഡേ നമുക്ക് കണ്ണൂർ തന്നെ പരിപാടി ഉള്ളതുകൊണ്ട് നമ്മളവിടെ സ്റ്റേ ചെയ്യുകയാണെന്നാണ്. അപ്പം നമുക്കല്ല, അസ്ലം സിബിക്ക് മാത്രമാണ് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കൂടെ നിന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ രാവിലെ സ്റ്റേ ചെയ്ത വീട്ടിൽ നിന്നല്ല, റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ എന്താ കുളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി വന്നതാണ്. എന്നിട്ടിപ്പോൾ ഏകദേശം ഒരു ഉച്ചയാവാറായതുകൊണ്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ കഴിക്കുന്നത് ബ്രഞ്ചാണ്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാനും അവനും ബിരിയാണിയും അതും ഊണുമാണ് കേട്ടോ കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളുടെ കോളേജിലേക്ക് എത്തി. ഡോൺ ബോസ്കോ കോളേജിലായിരുന്നു കേട്ടോ ഇന്ന്. സോ അങ്ങനെ നമ്മൾ കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് കടന്നു. നമ്മൾ അവിടെ തന്നെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ കാറ് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. സോ നമ്മളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. അത്യാവശ്യം നല്ല സ്റ്റേജായിരുന്നു. പിന്നെ എന്താണ് സ്ലേറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പം ഇതെന്തേലും യൂണിയൻ്റെ പ്രോഗ്രാം ആണോന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മളുടെ പരിപാടി ഇല്ലല്ലോ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് അവിടെ വന്നു. അസ്ലം സിബി അവിടെ വന്ന് എല്ലാവരുടെ അടുത്തും സംസാരിച്ചു. ഞാനതും ആണ് ഇന്ന് ടക്കിപ്പണി ചെയ്യാൻ പോകുന്നത്. ടക്കിപ്പണി എന്ന് പറയുന്നത് അവനെ ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് മാസ്ക് ഒക്കെ എടുത്ത് വെച്ചു. കാരണം ഇന്നലെ ജസ്റ്റ് അവിടെ ഒരു ഡിജെയുടെ പരിപാടി കഴിഞ്ഞല്ലേ ഉള്ളൂ അവന്. അപ്പം അതിൻ്റെ നെക്സ്റ്റ് ഡേ ആ ഭാഗത്ത് തന്നെ വന്ന് പണിയെടുക്കണ്ടല്ലോ, അതെടുത്താരും കാണണ്ടല്ലോ എന്ന് വിചാരിച്ചു മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വന്ന്. ആൾ ഐഡൻറ്റിഫൈ ചെയ്യില്ലെന്നൊക്കെയാണ് വിചാരം. അറിയില്ല ഗൈസ്. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പതിപോലെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളുടെ സ്റ്റേജിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോവാണ്. ഞാൻ പറഞ്ഞല്ലോ, തൊട്ടടുത്ത് തന്നെ കാർ പാർക്ക് ചെയ്തിരുന്നത്. എല്ലാ സാധനങ്ങളും അകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളത് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ആ ഒരു വെന്യൂ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ ഇന്ന് ഡി ജെ പ്ലേ ചെയ്യുന്നത് ഒരു ചെറിയ പയ്യനാട്ടോ. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമാണിത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, അവന് ഫസ്റ്റ് പ്രോഗ്രാം തന്നെ എത്ര വലിയ സ്റ്റേജാക്കി ഇട്ടേക്കുന്നതെന്ന്. അതൊക്കെ ഫസ്റ്റ് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം ഇവൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ. അങ്ങനെ അതും ആ സമയം കൊണ്ട് കാറിൽ പോയി കുറച്ച് എന്തൊക്കെയോ എടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്കും ഞാനും അസ്ലും കൂടെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി. അപ്പോൾ അവർ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന് ഞാനിങ്ങനെ പണിയെടുത്ത് എനിക്ക് 500 രൂപ കൂടുതൽ തരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെറുതെ കളിയാക്കുന്നതാണ്. എന്നാലും ഞാൻ ആ സന്തോഷത്തിൽ നിൽക്കുവാണ് കേട്ടോ. ഇതാണ് അപ്പം നമ്മുടെ DJ കൺസോളിനെ പറ്റിയിട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഡ്രംസ് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മാറാമല്ലോനെ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതിന് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും അല്ല അസ്ലു എന്താ ഇപ്പോൾ പറയാനുള്ളത് സെറ്റ് ചെയ്തതിനപ്പോൾ? ടെൻഷൻ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടാവും. പരിപാടി കയറിയാണ് അത് ടെൻഷൻ ഉണ്ടെന്നാട്ടോ പറഞ്ഞേ. നൈസ്, അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ മോനെ കൊണ്ട് അസ്ലു ഓരോരോ സാധനങ്ങൾ എടുപ്പിക്കും, അതിന് പൈസ കൊടുക്കും. ഇപ്പൊ എത്രയാണ് അസ്ലു പൈസ? 1040 രൂപ ഒന്ന് പറയുന്നുണ്ട്. ഇപ്പോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയേക്കാണ്. ഇതാണ് അനുമോന്റെ മെയിൻ പരിപാടി, സ്റ്റിക്കർ ഒട്ടിക്കലാണ് അനുമോന്റെ മെയിൻ പരിപാടി. ഇവിടെ ചെക്കിങ് കാര്യങ്ങൾ നടക്കണോണ്ട് ഞാൻ പറയുന്ന അത്ര വ്യക്തമായിട്ട് കേൾക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും മോനെ സാധാരണ എൻ്റെ പരിപാടി ഇതാണ്. പക്ഷെ ഇന്ന് ഞാൻ എല്ലാ പണിയും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 500 രൂപ കൂടുതൽ തരാമെന്ന് അസ്ലു പറഞ്ഞിട്ടുണ്ട്. തന്നില്ലെങ്കിൽ ഞാൻ ഈ വ്ളോഗിൻ്റെ താഴെ പറഞ്ഞു അറിയട്ടെ. ഇപ്പൊ തന്നെ ഏകദേശം 1020 രൂപ 1040 രൂപ പറഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തോ കിടന്ന് പോകുമ്പോൾ കനിമോനൊരു കോടി ശരിയാവുന്ന തോന്നുന്നുണ്ട്. ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടമായിട്ടത്. ലൈറ്റ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നൈസ് ആയിട്ടുണ്ട്. LED വാളിന് പകരം അടിപൊളിയായിട്ട് ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അയച്ചു കൊടുത്ത് ജനറേറ്റർ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടോ. ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ അനുമോൻ എവിടെയൊന്ന് പണിയെടുത്തുണ്ട്, എന്നെ പണിയെടുത്തോണ്ടിരിക്കുക. എന്താ പറയണേ,
അതെന്നോട് വെച്ച് ഞാൻ എന്ത് പറയാനടി, എന്ത് ഈ പറയണേന്ന്? നീ അടിമ കണ്ണി തന്നെ. ഇത് പറയല്ലോ പണി, ഇതിനെന്താ പറയണേ? ഇൻസുലേഷൻ ടൈപ്പ് അല്ല, അതല്ല. ഇപ്പൊ എല്ലാവരും പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പണിയെടുക്കണ്ട്. അത് എൻ്റെ ഈ ഒരു സ്ട്രഗ്ലിംഗ് അല്ല എടാ, ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ? കറണ്ട് പോയി, അവരൊക്കെ പോയി, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഞാൻ ഇരുട്ടത്ത് നിന്ന് എൻ്റെ ഡെഡിക്കേഷൻ ലെവൽ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു അസ്ലം സിബിയുടെ കടന്നു വരവ്. ഞാൻ ഒറ്റയ്ക്ക് ഡെഡിക്കേഷൻ ഉണ്ടാക്കണ്ട, എന്നിട്ട് നീ പൈസ വാങ്ങിച്ചിട്ട് പോരുകയെന്ന് പറഞ്ഞിട്ട് പൈസ ഒരാളെ മടിക്കാൻ അവനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്ത് അവനോട് ഒട്ടിച്ചു. എനിക്ക് ഈ സാധനം അവനെ ഒട്ടിച്ചതല്ല, പൊട്ടിച്ചതാണ്. ഇതെന്തുകൊണ്ട് താങ്കൾ മാറ്റുന്നില്ല? എന്തുകൊണ്ടാണെന്നറിയോ? ഡെഡിക്കേഷൻ അല്ല, പൈസ പോലോ. അത് പൊട്ടുന്ന വരെ പൊട്ടട്ടെ, എന്നിട്ട് നന്നായി പൊട്ടിയിട്ട് മാറ്റാന്ന് പറഞ്ഞ് നടക്കുക. ഇങ്ങനെ നടന്നാൽ ഞാൻ അവിടെ പോയി വീഴും. നടന്ന് വീഴുന്നു പറഞ്ഞാൽ ഞാൻ സൈഡിലേക്ക് പോകും. നമ്മൾ സാധനമൊക്കെ സെറ്റ് ചെയ്ത് കഴിച്ച് അത്രേ ഉള്ളൂ. ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ആക്ച്വലി. ഇനി നമുക്ക് വെറുതെ എടുത്തിട്ട് നടക്കാൻ കാരണം ഇവിടെ ഒരു എന്താണത്, എനിക്ക് ഇങ്ങനെ ആവശ്യമില്ല. ബാൻഡ് സെറ്റിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്ക്. അപ്പോൾ ഏകദേശം പോയിട്ട് വായി നോക്കൽ. ഇവിടെ ബോയ്സ് ഇല്ല, ഗേൾസ്. സോ ഇവന്മാർ വായി നോക്കാൻ പോണേ, ഞങ്ങൾ എൻ്റെ കൂടെ പോകണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വായി നോക്കിയിരുന്നു. നമുക്ക് നല്ലൊരു സ്പേസ് തന്നു. അവിടെ കുറച്ച് അസ്ലുവിന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി അല്ലേ അസ്ലു? അപ്പാണ് അനുമോനി ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ദേ വണ്ടിയിൽ വന്നിട്ട് ഡയറി മിൽക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. എന്തിനാ നിനക്കിപ്പോ ചോക്ലേറ്റ്? ഇവള് ഉറങ്ങിയിട്ടില്ല കേട്ടോട്ടും. അവിടെ ആരാണ്ടൊക്കെ വന്നി. അയ്യോ കൊച്ചു വീഡിയോ പെട്ട് ഓടിക്കളഞ്ഞ കൊച്ചു. അനുമോൻ അങ്ങനെ ചോക്ലേറ്റ് പൊട്ടിക്കാണ്. അതായത് ഒരു പീസ് മാത്രമേ അനുമോനുള്ളൂ, ബാക്കി എല്ലാ പീസും ഞങ്ങൾ രണ്ടാളും 50-50 ഇടും. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചോക്ലേറ്റ് തന്നിട്ട് കാണാം. ഞങ്ങളിപ്പോ ക്യാൻ ഒപ്പിക്കട്ടെ. ക്യാൻറ്റീൻ ഇവിടെ ഒരു ഒച്ചമേളൊക്കെയാണ്. അവിടെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയിട്ടുണ്ട് കഴിച്ചിട്ടാവാന്ന് എഴുതിട്ടത് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ഇതാണ് അവരുടെ ക്യാൻറ്റീൻ. ഐസ് ഫാനിൽ ഞങ്ങൾ ക്യാൻറ്റീനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം വെള്ളം ഇതിൽ കുടിക്കുകയാണ്. അവിടുത്തെ ചത്തി കിടക്കണ പഴംപൊരി അങ്ങനെ 3 സർവത്ത് വേണം. ഫൈനലി ഞാനങ്ങനെ ഒരു പഴംപൊരി പറഞ്ഞു. അവർ രണ്ടുപേരും ലൈമാണ് പറഞ്ഞത്. വെള്ളക്കള്ളും പറഞ്ഞു. പനങ്കള്ളും ഞാനങ്ങനെ ഒരു പഴംപൊരിയും പറഞ്ഞു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസിലേക്ക് പോവാം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. പഴംപൊരിയൊക്കെ കഴിച്ചു. ചോക്ലേറ്റ്സിന്മേൽ പ്രത്യേകിച്ച് കടന്നു വന്ന ഫീലാണ്. അസ്ലം സിറ്റിക്ക് ഒറ്റയ്ക്ക് കടന്നു ചോക്ലേറ്റ്സിന് മേല് പൃഥ്വിരാജ് പോലെ അസ്ലാം സിബി വന്നേക്കണം. ബാക്ക് ടു സ്റ്റേജിലേക്ക് തിരിച്ചു വരുവാണ്. ഇവരെന്തോ ബാൻഡ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടാണ് നമ്മുടെ പരിപാടി. ഇതാണ് സ്റ്റേജ്. ഇവിടെ അടച്ചിട്ടേക്കാണ്. ഒരുപാട് നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളില്. അവരുടെ ട്രഡീഷണൽ ഡാൻസ് ആയിരിക്കും.
ഓഫാവും, എൻ്റെ ഫോണിപ്പോൾ ഓഫാവുന്നു. അയ്യോ അങ്ങനെ പറയുന്നത് ഗൈസ്. ഇതുപോലെ ആദ്യമായിട്ടോ ഗൈസ് ഇത്രയും വെള്ളം ആൾക്കാർ നിറച്ച് വന്നേക്കുന്ന. സാധാരണ ഇത് കഴിഞ്ഞിട്ട് ഞാനിത് ചരിച്ചു പിടിക്കുകയാണ് ചെയ്യാറ്. 3-4 ബക്കറ്റ് ബാക്കപ്പ് ഉണ്ട് ഇവിടെ. 3-4 ബക്കറ്റ് ബാക്കപ്പിനും വെച്ചിട്ടുണ്ട്. എവിടെ? ഓ, അത് കൊണ്ടൊഴിച്ചു കേട്ടോ. ഇത് കുറച്ച് നേരത്തെ എല്ലാ പരിപാടിയിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചിരിക്കേണ്ടി വരില്ലായിരുന്നു ഗൈസ്. ഈ സ്ഥിതിച്ച് അവൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം വന്നിട്ടത്. ഫോണിപ്പോൾ ഓഫാവും. ഒരാൾ പവർ ബാങ്ക് എടുക്കാനും പറഞ്ഞ് പോയിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടുള്ളത്. മൂടെന്നും പറഞ്ഞ നമ്മുടെ അസ്ലം സിബി എന്തിൻ്റെയൊക്കെയോ കൂടെ ഡ്രമ്മ് കൊട്ടാൻ പോവാണ്. ടെൻഷനിലാണ്. അങ്ങനെ പ്രോഗ്രാം തുടങ്ങി. നമുക്ക് ഈ ഭാഗമൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല, അറിയാമല്ലോ, എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. അത് കാരണം സോ പ്രോഗ്രാം തുടങ്ങി. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അവൻ ഞാൻ പറഞ്ഞല്ലോ, അവൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിലും അവനവൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മൈക്ക് എടുത്തു, ഫ്രണ്ടിൽ പോയി അവരെ എൻ്റർടൈൻ ചെയ്യിച്ചു. അങ്ങനെ എല്ലാവരും ചെയ്യില്ല, പക്ഷെ ഇവൻ നല്ല കോൺഫിഡൻസോടുകൂടി ചെയ്തു. അപ്പോൾ നമ്മളുടെ പണി പിന്നെ എപ്പോഴും ഈ വാട്ടർ ഡ്രമ്മിൽ വെള്ളം നോക്കുക, ഇത് ചെയ്യുക, അത് തന്നെയായിരുന്നു. പക്ഷേ ഈ കോളേജിലാണ് കേട്ടോ ആദ്യമായിട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് ബാക്കി വെള്ളം നമ്മളെ ക്യാനിൽ ഒരു പകുതിയോളം വെള്ളം ബാക്കി വരുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം. സാധാരണ ഞാൻ ചരിച്ച് പിടിക്കാറാണ് ചെയ്യാറ്. അങ്ങനെ പരിപാടി കുഴപ്പമില്ലാതെ തന്നെ നമ്മളുടെ കഴിഞ്ഞു. ഗൈസ് വെള്ളം ബാക്കി. സാധാരണ ഇത്രയും വെള്ളം എനിക്ക് കിട്ടാറുള്ളൂ. അശ്ശീ, lot of water बाकी आ गया. क्या करेगा, क्या करूँ मैं, मर जाओ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ഇതൊരു ചേർച്ചാണ്, പക്ഷെ ഇത് യെസ് ഇതൊരു ക്രിസ്ത്യൻ കോളേജ് കൂടിയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ പോവാണ് ഗൈസ്. പക്ഷെ നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുന്നത് ഒരു മലയുടെ മുകളിലേക്കാണ്. മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ പെട്രോൾ അടിച്ചിറങ്ങി. ഇവരൊക്കെ പെട്രോൾ അടിക്കാൻ കയറാൻ പോകുന്നവരാണ്. നമ്മൾ പെട്രോൾ അടിച്ച് പടക്കം പിടിച്ചിട്ട് ദേശത്തിലാണ് അത് പോണത്. അതുകൊണ്ട് വളരെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ ആ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ക്രിസ്മസ് അല്ലേ വരുന്നത്, അതുകൊണ്ട്. സോ അസ്ലം സിബിയുടെ വണ്ടി നമ്മളെ വീട്ടിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവൻ്റെ സാധനങ്ങളെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി നിൽക്കുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഫുൾ മൂണാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറത്തേക്ക് വണ്ടി എടുത്തിട്ട് മാറ്റിയിട്ട് നമ്മൾ ടാറ്റാ ബൈ ബൈയും പറഞ്ഞ് പോകണം. അപ്പം എൻ്റെ അടുത്തത് ഒരു ആക്ച്വലി ദേശവിളക്കിൻ്റെ വ്ളോഗാണ്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ.
അടുത്ത വ്ളോഗിൽ കാണാൻ വരെ ബായ്. എനിക്കറിയാം കുറച്ച് ബോറായിട്ടാണ് ഇപ്പോൾ പോയതെന്ന്, പക്ഷേ കുഴപ്പമില്ല, സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ദെൻ ഉറപ്പല്ലേ? പോട്ടെന്നാ. ഓക്കെ ബൈ ടാറ്റാ. പിന്നെ താക്കോല അതിന് വേണ്ടിയില്ല.